മൂഴിയാർ UP സ്കൂളിലെ 25 കുട്ടികൾക്ക് ഇനി SC/ST ഗ്രാന്റ് മുടങ്ങില്ല. MLA KU ജനീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുട്ടികൾക്ക് താൽക്കാലിക SBI ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ തീരുമാനം. ജനന സർട്ടിഫിക്കറ്റ് നൽകാൻ അടൂർ RTOക്ക് നിർദ്ദേശം നൽകി. ആധാർ കാർഡ് നൽകാനായി മൂഴിയാറിൽ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. SBIക്ക് ടെമ്പററി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. RDOയ്ക്ക് ജനന സർട്ടിഫിക്കറ്റ്, ഈ കുട്ടികളുടെ ജനനം അന്വേഷിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടവും നേതൃത്വത്തിൽ ജില്ലാ അക്ഷയ കേന്ദ്രം നേതൃത്വത്തിൽ മൂഴിയാർ ഒരു ക്യാമ്പ് തന്നെ സംഘടിപ്പിച്ച് കുട്ടികൾക്കും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾക്കുമെല്ലാം അവരുടെ ആധാർ ഉൾപ്പെടെയുള്ള ആവശ്യമായ രേഖകളെല്ലാം നൽകുന്നതിനാവശ്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ രേഖകൾ പിന്നീട് ബാങ്കിന് സമർപ്പിച്ചാൽ മതി എന്ന നിലയിലാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ വർഷം തന്നെ ലംസം ഗ്രാൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. മൂഴിയാർ സ്കൂളിലെ കുട്ടികൾക്ക് ഗ്രാന്റ് ലഭിക്കുന്നില്ലെന്ന വാർത്ത പുറത്തുവിടുന്നത് ന്യൂസ് മലയാളമാണ്. അതിലാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 1962 തുടങ്ങിയ ഒരു സ്കൂളാണിത്. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും ആദിവാസി മേഖലയിൽ നിന്നുള്ള കുട്ടികളാണ്. ഈ കുട്ടികളിൽ കൂടുതൽ പേരും ജനിച്ചത് വനത്തിനുള്ളിലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പറയുന്ന പോലെ മറ്റ് രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. ആധാർ കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ വിഷയമാണ് ന്യൂസ് മലയാളം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും ഒടുവിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതും. ശ്രീരാജ് ബാബു വിവരങ്ങളുമായി ചേരുന്നു. ശ്രീരാജെ, വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണിത്. കാരണം എന്ന് വെച്ചാൽ ഈ എത്രയോ നാളായിട്ട് ഇവർക്ക് ഈ ഗ്രാന്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ഗ്രാന്റ് കിട്ടുന്നു എന്നതിനപ്പുറം ഇവർക്ക് അവരുടെ ഈ ജനനം, അതല്ലെങ്കിൽ അവർക്ക് ഈ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട രേഖകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഈ നിലവിലെ നീക്കങ്ങൾ എങ്ങനെ, ഇതിനുള്ള നടപടികൾക്ക് എപ്പോൾ തുടക്കമാകും? സേതു, ഈ നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഇത്തരത്തിൽ റെസ്റ്റ് ഹൗസിൽ ചേർന്ന ഒരു യോഗത്തിൽ KU ജനീഷ് കുമാർ MLAയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത ഒരു പ്രത്യേക യോഗത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ നിന്നുള്ള ആളുകൾ, ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, അതുപോലെ തന്നെ ബാങ്ക് കൺസോർഷ്യത്തിന്റെ പ്രതിനിധികൾ, ഇത്രയും പേർ ചേർന്നുകൊണ്ടൊരു സ്കൂളിലെ അധ്യാപകർ ചേർന്നുകൊണ്ടൊരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജനന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ RDOയ്ക്ക് നിർദ്ദേശം നൽകി. അതിനുവേണ്ടിയിട്ടുള്ള അഫിഡവിറ്റ് RDOയ്ക്ക് സമർപ്പിക്കാനായി പഞ്ചായത്ത് സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾക്കും അവിടെ ആധാർ കാർഡ് ഇത്രയും കാലമായിട്ടും ഇല്ലായിരുന്നു. ഈ ആധാർ കാർഡ് നൽകുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള തീരുമാനമായി. ഇവരെ അക്ഷയ കേന്ദ്രത്തിൽ എത്തിച്ച് ഈ ആധാർ കാർഡ് എടുക്കുന്നതിനൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇവർ അത്തരത്തിൽ പുറത്തേക്ക് വരുന്നതിന് വലിയ വിമുഖത കാട്ടുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മൂഴിയാർ സ്ഥലത്തെത്തി ഒരു പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ച് ഈ ഉന്നതിയിലെ മുഴുവൻ ആളുകളെയും അവിടെ എത്തിച്ചുകൊണ്ട് അവർക്ക് ആധാർ കാർഡ് അടക്കം നൽകാനുള്ള നടപടിക്രമങ്ങൾ അക്ഷയയുടെ കൂടി സഹായത്തോടെ ചെയ്യാൻ ഉള്ള ഒരു തീരുമാനമാണ് നിലവിൽ കഴിഞ്ഞ യോഗത്തിൽ തീരുമാനമെടുത്തത്. അതിന് ജില്ലാ ഭരണകൂടം നേതൃത്വം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് വർഷങ്ങളായി ഗ്രാന്റ് ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഇത്തരത്തിൽ ഈ ഗ്രാന്റ് അടക്കമുള്ള ഗ്രാന്റുകൾ, SC/ST ഗ്രാന്റ് അടക്കമുള്ളവ ബാങ്ക് ത്രൂ നൽകാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇവർക്ക് ഈ പണം ലഭിക്കാതെ വന്നത്. മുൻപ് സ്കൂളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും പിന്നീട് സ്കൂളുകളിൽ നിന്നും ഇത് വീതിച്ച് നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അക്കൗണ്ട് ത്രൂ ആക്കിയ ശേഷം ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പണം വർഷങ്ങളായിട്ട് ലഭിക്കുന്നില്ലായിരുന്നു. അതിനൊരു പരിഹാരം കൂടി എന്തായാലും ഈ യോഗത്തിൽ തീരുമാനമായി. താൽക്കാലികമായി SBI അക്കൗണ്ട് എടുക്കാനുള്ള തീരുമാനം SBI അധികൃതർക്ക് കൂടി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ യോഗത്തിൽ. അതുപോലെ തന്നെ അതിനാവശ്യമായ രേഖകൾ 5 മാസത്തിനുള്ളിൽ തന്നെ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്യാമ്പ് അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള രേഖകൾ തയ്യാറാക്കി ആ ബാങ്കിന് സമർപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഗ്രാന്റ് ഇനി ഈ കുട്ടികൾക്ക് മുടങ്ങില്ല. 25 കുട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 19 കുട്ടികൾ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്നതും 6 കുട്ടികൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്നവരുമായിരുന്നു. ഇവർക്കിനി ഗ്രാന്റ് മുടങ്ങില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവർക്ക് അതിനെ അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ നിലവിൽ ഒരു താൽക്കാലിക അക്കൗണ്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന
മുതിർന്ന ആളുകൾക്കും പലർക്കും ജനന സർട്ടിഫിക്കറ്റോ ആധാർ കാർഡുകളോ പോലും ഇല്ലായിരുന്നു. അതിനുകൂടി പരിഹാരമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ മുഴുവൻ ആളുകളെയും അവിടെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മുൻകൂട്ടി ഈ ക്യാമ്പ് നടക്കുന്ന ദിവസത്തിന് മുൻകൂട്ടി തന്നെ തുടങ്ങുമെന്നാണ് എന്തായാലും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികൾക്ക് ഇനി ഗ്രാന്റ് മുടങ്ങില്ല എന്നുള്ളതാണ് സേതു. ഓക്കെ, അതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ് ഇത്.